കുഞ്ഞിരാമൻ നായർ 949 പരിചയപ്പെട്ടത് മുതൽക്ക് അന്ത്യനിദ്ര വരിച്ച് തിരിച്ചറിയപ്പെടാത്തതായ ആളുകളെ കിടത്തുന്ന ബെഞ്ചിൻ്റെ മീതയെ കിടത്തിയിരുന്ന നിമിഷം വരെ അദ്ദേഹത്തെ അറിയാമായിരുന്ന അദ്ദേഹത്തിൻ്റെ പല പല പ്രത്യേകതകളും സവിശേഷതകളും ഏതാണ്ട് ഭ്രാന്തെന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവ സവിശേഷതകളൊക്കെ ജീനിയസിൻ്റെ യഥാർത്ഥ ലക്ഷണമാണ്, അഭിനയമല്ല. അതറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദുഃഖവും സങ്കടവും അതേ സമയത്ത് ഇങ്ങനെ ഒരു പടം എടുത്തല്ലോ എന്ന സന്തോഷവും അഭിമാനവും എല്ലാം മാറി മാറി തോന്നി. ഈ സിനിമ വളരെ വ്യത്യസ്തമാണ്, നല്ല ചിത്രമാണ്. അതിനേക്കാൾ ഉപരി മലയാളത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മലയാള സിനിമയിൽ നിന്ന് മലയാളം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്, ഏതിനെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ബാലചന്ദ്രൻ അതിമനോഹരമായി ഈ സിനിമയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു അംശം ഈ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ശ്രീപ്രകാശ്, തുടങ്ങിയവരെല്ലാവരും തന്നെ ഗംഭീരമായ പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ ഒരു അവാർഡ് സിനിമയുടെ ദുരൂഹതയൊന്നും ഈ സിനിമയ്ക്കില്ല. വളരെ കമ്മ്യൂണിക്കേറ്റീവാണ് ഈ സിനിമ. നല്ല മനോഹരങ്ങളായ പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. എന്തുകൊണ്ടും ഈ വർഷം കണ്ട എൻ്റെ നല്ല ചലച്ചിത്രാനുഭവങ്ങളിൽ ഒന്നാണ് ഈ സിനിമ. സാധാരണഗതിയിൽ കാണുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് വരാൻ എന്താണ് കാരണം എന്ന് കണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ട് ആലോചിച്ചു പോകും. ഈ സ്വഭാവം നല്ല ഭംഗിയായിട്ട് പ്രകാശ് ബാരെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും ഇതെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് ആ ബോഡി ലാംഗ്വേജ് പോലും നല്ല ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ഒരു ലെതർ ബാഗും മറ്റേ കയ്യിൽ ഒരു കുടയും മുണ്ടുമടക്കി കുത്തിയുള്ള ആ നടപ്പുണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ട് കുഞ്ഞിരാമൻ നായർ തന്നെയാണോ എന്ന് തോന്നിപ്പോയി. പ്രകാശ് ബാരയെ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. അതുപോലെ ശ്രീപ്രകാശിൻ്റെയും ആദ്യത്തെ എന്ന് പറയാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരു മുഴുനീളം ഇത്രയും ഒരു ചലഞ്ചിങ് ആയിട്ട്, ഇത്ര പാകതയോടുകൂടി, ബാലൻസോടുകൂടി, കൂടുതൽ ഒട്ടും തോന്നാത്ത രീതിയിൽ ശ്രീവന്യ പറഞ്ഞു അദ്ദേഹത്തെ കണ്ടിട്ടുള്ളെന്ന് തോന്നുന്നത് പോലെ ചെയ്യും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പ്രകാശിൻ്റെ പ്രകടനമാണ്. പ്രകാശ് ഒരു പ്രൊഡ്യൂസറുടെ ഭാവത്തിൽ നിന്ന് മാറിയതുകൊണ്ട് വളരെ ഒതുക്കത്തിലൊക്കെ സംസാരിച്ചെങ്കിലും വളരെ ഭംഗിയായിട്ട്, വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് ഈ കവിയെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് പ്രകടിപ്പിക്കാനും വേഷഭൂഷാദികളെ കൊണ്ട് മാത്രം നിർത്താൻ പറ്റാവുന്ന ഒരു കഥാപാത്രമല്ല ഇങ്ങനെ ചെയ്തേ എന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. I was really wondering എങ്ങനെ പ്രകാശ് അതെങ്ങനെ ചെയ്യും, because it's a central character, you know, he's carrying the film on his shoulders. But I was so pleasantly surprised because വളരെ വളരെ മനോഹരമായിട്ടാണ് പ്രകാശ് ഈ പടത്തിൽ ചെയ്തത്. And I think that's kudos to him. That's his work, and definitely the director as well. എനിക്ക് പടം ഇഷ്ടമായി. I think it's a good film. ഇതിൽ ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളും വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ രാജീവ് രവിയുടെ ഒരു ദൃശ്യാവിഷ്കാരം, കേരളത്തിൻ്റെ തനിമ വളരെ ഭംഗിയായിട്ട്, വിശാലമായ പാടങ്ങളും വലിയ തെങ്ങിൻ തോട്ടങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തനി നാടൻ സമ്പ്രദായത്തിൽ തന്നെ നമ്മുടെ കുളങ്ങളും നമ്മുടെ പാടങ്ങളും ഒരു തണുപ്പ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളത്തിനോട് സ്നേഹം തോന്നുന്ന സിനിമയാണ്. ത്രൂഔട്ട് ആ പോയട്രിയുടെ പശ്ചാത്തലം മുഴുവനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്, എനിക്ക് തോന്നുന്നത് ഈ പടം വേണമെങ്കിൽ കണ്ണടച്ചിരുന്ന് കാണാൻ പറ്റും. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീ റെക്കോർഡിങ് കണ്ടിട്ടില്ല, പാട്ടുകളും കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ ഈ കവിതകളും പാട്ടും ഇതിൻ്റെ പശ്ചാത്തല സംഗീതവും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയൊരു ശ്രവണ സുഖമുണ്ടല്ലോ, അത് വിഷ്വലിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സത്യനോട് പറഞ്ഞതുപോലെ ഒരു പച്ച മലയാള സിനിമ എന്ന് പറയാം. അതിനകത്ത് മലയാളത്തിൻ്റേതായിരിക്കുന്ന ഭൂപ്രകൃതിയും പഴയ നാട്ടുമ്പുറങ്ങളുടേതായ കുളവും പടിപ്പുരയും മാളികകളും മറ്റേത് മറിച്ചതും എല്ലാം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാറ്റിലും ഉപരിയായിട്ട് ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു കുട്ടി പോലും
രംഗം വഷളാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആ മാതിരിയുള്ള യാതൊന്നുമില്ലാതെ എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത് നിരവധി നായികമാരാണ്, നിരവധി ആളുകളാണ്. അവരെല്ലാവരും തന്നെ തികച്ചും ആ കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളായി നമ്മുടെ മുമ്പിൽ വന്നു പോകുന്ന ഈ സിനിമ തീർച്ചയായിട്ടും സാഹസികമായി എടുത്ത ഒരു സിനിമയാണ്. ഈ സാഹസികമായ സിനിമയെ കേരളീയരെ നിങ്ങൾ ആദരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തോട് കാണിക്കുന്ന എന്തോ ഒരു അവിവേകമാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് കേരളീയ സമൂഹം ഈ സിനിമയെ ആദരിക്കേണ്ടത് അവരുടെ സ്വന്തം സംസ്കാരത്തോടുള്ള ഒരു കടപ്പാടായി, ഒരു പ്രതിബദ്ധതയായി കരുതണം എന്നും കൂടി ഞാൻ പറയുന്നു. കാഴ്ചക്കാരുടെ മനസ്സിൽ നിന്ന് മാലിന്യം തുടച്ചു നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതിന് വളരെ വലിയ സംഭാവന നൽകുന്ന സിനിമയാണ് ഇവൻ മേഘരൂപൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമഗ്രമായ ഒരു പ്രവർത്തനമാണ്, ഇതൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഫലം ലഭിച്ചു, അത് തീരുമാനമായും അത് നന്നായി. ഒരു വലിയ സ്മാരകമാകട്ടെ ഈ മേഘരൂപൻ. ഇതിന് എല്ലാവിധത്തിലുള്ള പ്രചരണവും കിട്ടട്ടെ. ജനങ്ങളിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ യോഗ്യത എന്ന് വിചാരിക്കാത്ത തൻ്റെ ഇടം ഈ സിനിമയുടെ പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. പക്ഷെ ജനങ്ങളിലേക്ക് എത്തില്ലെങ്കിൽ കാര്യം ഓടുകയില്ല, എത്താനുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. കേരളീയരിൽ ഹാർദമായി സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അഭിനയിച്ചവരൊക്കെ വളരെ നന്നായിട്ടുണ്ട്. മൊത്തം മ്യൂസിക്കും ഫോട്ടോഗ്രാഫിയും ബാലേന്ദ്രൻ ഒരു ആദ്യത്തെ സംവിധായകനെന്ന് തോന്നാത്ത വിധത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മലയാളത്തിലെ ഒരു നല്ല സിനിമയും കൂടി എന്ന് പറയാം. മലയാള സിനിമയ്ക്ക് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു പ്രേരണ നൽകുന്ന സിനിമയാണ്. ആ നിത്യസൗന്ദര്യ ദേവതയെ തേടിയുള്ള ആ തീർത്ഥാടനം, ഒരു ദുരന്ത മുനമ്പിൽ ചെന്നിടിച്ചു വീണ ആ തീർത്ഥാടനം നല്ല ഭംഗിയായി അവതരിപ്പിച്ച ഈ കൃതി തീർച്ചയായിട്ടും സ്വന്തം സംസ്കാരത്തെ സ്നേഹിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന മലയാളികൾ കാണണം എന്ന് അടിവരയിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.